ഇന്ന് ഉച്ചക്കുണ്ടായ മഴയിൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. ഇത് തിരൂർ അരിക്കാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. റോട്ടുമക്ക് പടും കൂറ്റം 2 മരങ്ങളാണ് വീണിട്ടുള്ളത്. പിന്നെ 4-5 പോസ്റ്റുകളും വീണിട്ടുണ്ട്. ആർക്കും അപകടമൊന്നും ഉണ്ടായിട്ടില്ല. വലിയൊരു അപകടമാണ് ഇത് ഒഴിവായത്. അപ്പോൾ ഇതുപോലുള്ള മരങ്ങളൊക്കെ റോട്ടിലുണ്ടാവും വീഴാനായത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. വണ്ടി കൊണ്ട് പോവുകയാണെങ്കിലും നടന്ന് പോവുകയാണെങ്കിലും. ഇത് മഴക്കാലമാണ്. മഴക്കാലത്താണ് ഇങ്ങനെയുള്ള എല്ലാ അപകടങ്ങളും ഉണ്ടാവല്. അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. ഇന്ന് വലിയൊരു അപകടമാണ് ഇത് ഒഴിവായത്. വലിയൊരു അപകടം തന്നെയാണ് ഇവിടെ ഒഴിവായിട്ടുള്ളത്. ഇപ്പൊ നമ്മളെ ഇവിടുത്തെ കഥ വരുന്നത് ഓക്കെ. നമ്മളിപ്പോ ഉച്ചക്കാലം സംഭവിച്ചത് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? നല്ല മഴയുള്ള സമയം ഞാൻ തിരൂര് പോയി തിരിച്ചു വന്നപ്പോഴാണ് വലിയ ഗംഭീരമായിട്ടുള്ള മഴയും കാറ്റും ഇതൊക്കെ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വേറെ ആരില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പേടിയായിട്ട് ഞാൻ അങ്ങോട്ട് വന്നില്ല. ഞാൻ അവിടെ തന്നെ നിന്ന്. പിന്നീടാണ് അവിടുന്ന് നെസറു എന്ന് പറഞ്ഞ വീഡിയോക്കാരൻ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ മരം വീണുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ വന്ന് നോക്കിയിട്ടാണ് ഈ മരം വീണ. അതിനുശേഷമാണ് ഞാൻ വന്നിട്ട് ഈ വക സംഭവം. ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ PWDന്റെ അതുമാതിരി സോഷ്യൽ ഫോറസ്റ്റിന്റെ ഏറ്റവും മോശമായിട്ടുള്ള അവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ഒരുപാട് പ്രാവശ്യത്തിന് ഫെബ്രുവരി മാസം താലൂക്ക് വികസന സമിതിയിൽ ഇത് പ്രത്യേകം ഞാൻ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതാണ്. ഇങ്ങനെ മരം കടമുളകാതായ മഴ ഉണ്ട്, അത് ഒന്നിക്കല വെട്ടി മാറ്റുക അല്ലെങ്കിൽ ലേലം ചെയ്യണം. അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മാത്രമേ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നടക്കം ആ വികസന സമിതിയിൽ പറഞ്ഞാണ്. അത് അന്ന് PWDക്കാരുണ്ട്, സോഷ്യൽ ഫോറസ്റ്റിൻ്റെ ആൾക്കാരുണ്ട്, റവന്യൂ വകുപ്പിൻ്റെ ആൾക്കാരുണ്ട്, എല്ലാ വിഭാഗം ആൾക്കാരുള്ള ഈ സദസ്സിൽ വെച്ച് ഞാൻ അധ്യക്ഷനാണ്. ഞാനാണ് അന്ന് ഈ വിഷയം പ്രത്യേകിച്ച് പറഞ്ഞത്. പക്ഷെ ഇന്ന് വരെ ഇപ്പോൾ കഴിഞ്ഞ 3-ാം തീയതി കളക്ട്രേറ്റിൽ നമ്മൾ ഇവിടുത്തെ ആൾക്കാർ കൊടുത്ത നിവേദനത്തിൻ്റെ ഒരു കാര്യം, നിവേദനത്തിൻ്റെ ഒരു കോപ്പി ഇവിടുത്തെ PWDക്ക് അയച്ചിട്ടുണ്ട്. PWD റോഡ്സിൻ്റെ വിഭാഗത്തിന് അയച്ചിട്ടുണ്ട്. അവർക്ക് ഇന്ന് വരെ അത് കിട്ടിയില്ല. ഇന്ന് 1/6 3/5 കളക്ട്രേറ്റിൽ നിന്ന് കൊടുത്ത ഇത് ഇവിടെ 2 ദിവസം കഴിഞ്ഞാൽ കിട്ടി. പക്ഷേ ഈ ഡിപ്പാർട്ട്മെന്റിന് ഇന്ന് വരെ അത് കിട്ടിയില്ല. എന്നിട്ട് അവര് ഇപ്പൊ നമ്മള് മൊബൈലിൽ കാണിച്ചതിന്റെ ഇത് കാണിച്ചതിന്റെ ഫോട്ടോ എടുത്ത് പോവുകയാണ് എന്ന് പറഞ്ഞാൽ നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ PWDന്റെ ഭാഗത്തും സോഷ്യൽ ഫോറസ്റ്റിന്റെ ഇപ്പോഴും ഉണ്ടായതല്ല, ഒരുപാട് കാലമായിട്ടുള്ള ഒരു അനുഭവമാണ്. അവര് ചെയ്യേണ്ട കാര്യം യഥാസമയം ചെയ്യാതെ ഇപ്പോൾ റോഡ് തകർന്നാൽ അപ്പൊ തന്നെ അത് പാച്ച് വർക്ക് നടത്തുകയാണെങ്കിൽ റോഡ് നന്നാവും. അതേ സമയത്ത് അവര് എത്ര പറഞ്ഞാലും അവരൊന്നും അങ്ങോട്ട് ഇളകി കിട്ടില്ല. അത്ര മോശമാണ് ഈ PWDന്റെയും മറ്റേതിൻ്റെ ഒക്കെ. ഇതിന്റെ അവസാനം എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റിന്റെ തകരാറാണെന്ന് പറയുകയും ചെയ്യും. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഒരു ദുരന്തം സംഭവിച്ചാൽ അതിന് ഉത്തരവാദിയായ ആളുകളെ സംബന്ധിച്ചൊന്നും പറയില്ല. നേരെ തിരുവനന്തപുരത്ത് കിടക്കുന്ന മന്ത്രിമാർ അവര് ഈ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാം, അവർ ഈ കാര്യങ്ങൾ അറിയാം. പക്ഷെ അത് ജനത്തിന് പൊതുവെ ഒരു ധാരണ ഗവൺമെന്റ് ആണ് ഇത് ചെയ്യേണ്ട. അത് അവരെ പ്രസിഡന്റിനെ വിമർശിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവര് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ. ഇത് തന്നെ വൻ ദുരന്തം ഒരുപാട്. ഇതിൽ നേരെ വടക്കോട്ട് വീട് തെക്കോട്ടാണെങ്കിൽ 3 വീടുകൾ നശിച്ചു. ഒരാൾ തീരെ സുഖമില്ലാതെ കിടക്കുന്ന ആളാണ് തൊട്ട വീട്ടിലുള്ളത്. പക്ഷെ എന്തോ മഹാഭാഗ്യത്തിന് വാഹനം ഒന്ന് കമ്മിയായി. മഴ ആയതുകൊണ്ട് അപ്പുറത്ത് ഒരുപാട് വാഹനങ്ങൾ നിർത്തുന്ന സ്ഥലമാണ്. ആ വാഹനങ്ങൾ നിർത്തുന്ന സ്ഥലത്ത് ഇന്ന് നിർത്തിയിട്ടില്ല. അതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി. ആ രീതിയിൽ ഇത് ചെയ്യേണ്ട ആൾക്കാർ അതാത് സമയത്ത് ചെയ്യാത്തത് കൊണ്ടുള്ള ഈ ഏർപ്പാട് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. ഇത് നാട്ടുകാരെ പറഞ്ഞിട്ടോ മറ്റവരെ പറഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല. അപ്പൊ എൻ്റെ വീട് കുറച്ച് 1 മീറ്ററും കൂടി പോയാൽ എൻ്റെ വീടിൻ്റെ പകുതി ഭാഗം പോകും, മനസ്സിലായ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അതൊന്നും ഉണ്ടായില്ല. പോസ്റ്റർ 5-10 പോസ്റ്റുകൾ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. അതിനൊരു അവസ്ഥയിൽ രക്ഷപ്പെട്ടു. അതാണ്